സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞു വന്നത്. സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിന് സ്റ്റാൻഡേർഡ് ഫോം നമ്മൾ പറഞ്ഞു, സീറോസിൻ്റെ കാര്യം പറഞ്ഞു, സീറോസ് കണ്ടുപിടിക്കാനുള്ള മെത്തഡാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. 2 മെത്തേഡ് പറഞ്ഞു. ഇനി എൻ്റെ ഗ്രാഫിൻ്റെ കാര്യം ഞാൻ സൂചിപ്പിച്ചിരുന്നു. അതിൻ്റെ ഗ്രാഫ് പരാബോളയാണ് എന്ന്. അപ്പം നമ്മൾ പരാബോളനെ കുറിച്ച് മാത്രമേ പറഞ്ഞുള്ളൂ. എന്താണ് പരാബോളിക് ഷേപ്പ്? ശ്രദ്ധിക്കുക. ഒരു പരാബോള എന്ന് പറയുന്നത് നോർമലി നമ്മൾ പരാബോളിൻ്റെ ഷേപ്പ് ഇങ്ങനെയാണ്. അതായത് ഇതാണ് ഒരു പരാബോളിൻ്റെ ഷേപ്പ്. ഒരു നമ്മൾ ശ്രദ്ധിക്കണം, സ്കെയിൽ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, ഈ ഗ്രാഫ് വരക്കാൻ പാടില്ല. ഇതൊരു സ്മൂത്ത് കർവാണ്, ഒരു കർവാണ് നമ്മൾ വരക്കേണ്ടത്, അല്ലാതെ സ്കെയിൽ വെച്ച് പോയിന്റുകൾ യോജിപ്പിക്കില്ല. ഈ പരാബോളിക് ഷേപ്പിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒന്ന്, ഇത് സിമ്മെട്രിയാണ്. സിമ്മെട്രിക്കൽ ഷേപ്പ് എന്ന് പറഞ്ഞാൽ സിമ്മെട്രി എന്താണ്? ഫേസ് ടു ഫേസ് നോക്കിയിരിക്കണത് തോന്നാം. ഈ ഫേസും സിമ്മെട്രിയാണ്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇത് ഇവിടെ നിന്ന് ഇവിടെ ഇത് ഒറിജിനാണ് 0 0. ഈ പോയിന്റിലൂടെ ഇങ്ങനെ വന്നിട്ട് ലാസ്റ്റ് ഈ പോയിന്റിലെത്തുന്നു, പിന്നെ അവിടെ നിന്ന് ടേൺ ചെയ്യുന്നു. ഇതിന്റെ ഗ്രാഫിനെ കുറിച്ച് നിങ്ങൾക്ക് വിശദമായിട്ടൊന്നും പഠിക്കാനില്ല, കൂടുതൽ പഠിക്കാനില്ലാത്തതുകൊണ്ട് നമ്മൾ സംസാരിക്കുന്നില്ല. എനിവേ ഇറ്റ് ഈസ് ഓപ്പൺ അപ്വേർഡ്സ് ആണ്. ഇനി ധാരാളം പരാബോളിക് ഷേപ്പുകൾ വേറുണ്ട്. പരാബോള ഓപ്പൺ ഡൗൺവേർഡ്സിൽ ഓപ്പൺ ആയിട്ടുള്ള ഇങ്ങനെയുള്ള പരാബോളസ് ഉണ്ട്. പരാബോള ഓപ്പൺ അപ്വേർഡ്സ് ഉണ്ട്, ഡൗൺവേർഡ്സ് ഉണ്ട്, അല്ലേ? പിന്നെ വേറെ കുറെ പരാബോളസ് ഷേപ്പുകളുണ്ട്. നമുക്ക് ഇങ്ങനെ വരുന്ന പരാബോളിക് ഷേപ്പ് ഉണ്ട്, അതേപോലെ തിരിച്ച് ഇങ്ങോട്ടും വരുന്ന പരാബോളിക് ഷേപ്പ് ഉണ്ട്. അങ്ങനെ പരാബോള പല വിധത്തിലുണ്ട്. ഇതൊന്നും നിങ്ങൾക്ക് എന്തില്ല, വേണ്ടത്ര ഇതിനെക്കുറിച്ച് പിന്നെ പഠിക്കാനില്ലാത്തതുകൊണ്ട് ജസ്റ്റ് ആ കാര്യം പറഞ്ഞെന്നുള്ളൂ. ഈ ഗ്രാഫാണ് പരാബോള. ഇനി നമുക്ക് ഇത്രയും പറഞ്ഞിട്ട് നമ്മൾ 10th ഫസ്റ്റ് ഹെഡിങ് എന്താണെന്ന് ചോദിച്ചാൽ, ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഏത് ഇപ്പം ഞാൻ ഈ പറഞ്ഞ സംഗതികളൊക്കെ നമുക്ക് സെക്കൻഡ് ഡിഗ്രിയുമായി ബന്ധപ്പെട്ടുള്ള സീറോസും കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമുണ്ട് 10th. ഇനി നമ്മൾ പഠിക്കാൻ പോകണം എന്താണ്? ഓക്കെ, നമ്മളിപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, വളരെ ബേസിക് ആയിട്ട് നമ്മൾ എന്താണ് പോളിനോമിയൽ എന്ന് പറഞ്ഞു. പോളിനോമിയലുമായി ബന്ധപ്പെട്ടിട്ട് ലീനിയർ പോളിനോമിയൽ, സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ, അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ സീറോസ്, ഈ കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇനി നമുക്ക് പഠിക്കാനുള്ള കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ജോമെട്രിക്കൽ മീനിങ് ഓഫ് സീറോസ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാഫുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് സീറോ എങ്ങനെ ഡിഫൈൻ ചെയ്യാം. വാട്ട് ഈസ് ദ ജോമെട്രിക്കൽ മീനിങ് ഓഫ് സീറോസ്? അപ്പോൾ നമ്മൾ അതിന് ആദ്യം ഏതോ ഒരു ഫംഗ്ഷൻ, ഒരു ഗ്രാഫ്, നമുക്ക് ഏതെങ്കിലും ഒരു ഗ്രാഫ് ആട്ടെ. ഞാനൊരു ഗ്രാഫ് വരച്ചു. ഇതൊരു ഗ്രാഫാണ്. നോർമലി നമുക്ക് എല്ലാവർക്കും അറിയാം, ഗ്രാഫ് എക്സ് ആക്സിസ് ആണ്, 0. ഇത് വൈ ആക്സിസ് ആണ്. ഈ ഗ്രാഫ് 3 പോയിന്റുകളിൽ എന്ത് ചെയ്തിട്ടുണ്ട്? എക്സ് ആക്സിസിനെ ഇന്റർസെക്ട് ചെയ്തിട്ടുണ്ട്. ആ പോയിന്റ് ഞാൻ മാർക്ക് ചെയ്യാണ് എ. ദിസ് ഈസ് ദ പോയിന്റ് ബി ആൻഡ് ദിസ് ഈസ് ദ പോയിന്റ് സി. 3 പോയിന്റുകളിൽ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് എ എന്ന് പറയുന്നത് -3 0 ആണെന്ന് വിചാരിക്കാം. സപ്പോസ് ദിസ് ഈസ് 1/2 0 ആൻഡ് ദിസ് ഈസ് 3 0. ഇപ്പൊ 3 പോയിന്റുകളിൽ ഈ ഗ്രാഫ് എക്സ് ആക്സിസിൽ ഇന്റർസെക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയാ, ഈ ഗ്രാഫിന് there are 3 zeros. What are the 3 zeros? എ എന്ന പോയിന്റിൽ ഒരു 0, ബി എന്ന പോയിന്റിൽ വേറെ 0, സി എന്ന പോയിന്റിൽ വേറെ 0. ഇനി ഏതാണ് ആ സീറോസ് എന്ന് എങ്ങനെ പറയാ? ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് -3, അടുത്ത എക്സ് കോർഡിനേറ്റ് 1/2, അടുത്തതിൻ്റെ എക്സ് കോർഡിനേറ്റ് 3. ഇത് 3ഉമാണ് സീറോസ് എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് ജോമെട്രിക്കലി 0? Geometrically, 0 is the x coordinate of the points in which the graph touches or intersect the x-axis. ഒരു ഗ്രാഫ് എക്സ് ആക്സിസിനെ ഇന്റർസെക്റ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ടച്ച് ചെയ്യുമ്പോഴോ ഉണ്ടാകുന്ന പോയിന്റുകളുടെ എക്സ് കോർഡിനേറ്റിനെയാണ് നമ്മൾ 0 എന്ന് പറയുന്നത്. ഇതാണ് ജോമെട്രിക്കൽ മീനിങ്. ശരിക്കും മനസ്സിലാക്കുക, ഒരു പ്രയാസമില്ല. നമുക്കറിയാം എ, ബി, സി എന്നീ 3 പോയിന്റുകളിലാണ്
ഈ ഗ്രാഫ് ഇന്റർസെക്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഗ്രാഫിന് 3 സീറോസ് ഉണ്ടായിരിക്കും. ആ 0 എന്ന് പറയുന്നത് എന്താണ്? ഈ പോയിന്റുകളിൽ ഇന്റർസെക്ട് ചെയ്ത പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ്. ഒന്നാമത്തെ എക്സ് കോർഡിനേറ്റ് -3, രണ്ടാമത്തെ പോയിന്റിലെ എക്സ് കോർഡിനേറ്റ് 1/2, മൂന്നാമത്തെ 3 ആണ്. സോ x = -3, x = 1/2 ആൻഡ് x = 3 ആർ ദ സീറോസ് ഓഫ് ദ ഗ്രാഫ്. ശ്രദ്ധിക്കുക, ഇതാണ് ഗ്രാഫിക്കൽ മീനിങ്. ഇനി നമുക്ക് മറ്റൊരു ഗ്രാഫ് നോക്കാം. ഞാനൊരു 2-3 ടൈപ്പ് ഗ്രാഫ് ഇവിടെ വരക്കാം. നോക്കൂ, ഒരു ഗ്രാഫ് ഇങ്ങനെയാണ് ഒരു ഗ്രാഫ് തന്നിട്ടുള്ളത്. ഗ്രാഫ് 1. അടുത്ത ഗ്രാഫ്, സപ്പോസ് ദിസ് ഈസ് ദ ഗ്രാഫ്. ഒറിജിൻ എക്സ് ആക്സിസ് ഇതാണ്, ദിസ് ഈസ് വൈ ആക്സിസ്. ഇങ്ങനെയാണ്. മൂന്നാമത്തത്, ദിസ് ഈസ് ദ സെക്കൻഡ് ഗ്രാഫ്. മൂന്നാമത്തെ ഗ്രാഫ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ്. ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ആണ് ഒറിജിൻ എക്സ് ആക്സിസ്. നാലാമത്തത് ഇതാണ് ഒറിജിൻ എക്സ് ആക്സിസ്, ദിസ് ഈസ് വൈ ആക്സിസ്. ഇത് മൂന്നാമത്തെ ഗ്രാഫ്, ഇത് നാലാമത്തെ ഗ്രാഫ്. അപ്പൊ നമുക്ക് ഈ ഗ്രാഫിൽ നിന്ന് നോക്കാം. ഒന്നാമത്തെ ഗ്രാഫ് ഇതാണ് എക്സ് ആക്സിസ് അല്ലേ? ഈ എക്സ് ആക്സിസിൽ തന്നെ ഈ ഗ്രാഫ് ടച്ച് ചെയ്യുന്നില്ല, ഇന്റർസെക്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പായിട്ട് പറയാം ഈ ഗ്രാഫിന് 0 ഇല്ല. The given graph has no 0. Similarly, ഈ ഗ്രാഫിൽ തന്നെ ടച്ച് ചെയ്യുന്നില്ല, എക്സ് ആക്സിസുമായിട്ട് യാതൊരു കണക്ഷനും ഗ്രാഫിനില്ല, ഇന്റർസെക്ട് ചെയ്തിട്ടില്ല, ടച്ച് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ 0 ഇല്ല. ഇനി നോക്കൂ, ഇതിൽ തന്നെ ഒരു പോയിന്റിൽ മാത്രമേ എക്സ് ആക്സിസിൽ ടച്ച് ചെയ്യുന്നുള്ളൂ, ഒറ്റ പോയിന്റിൽ. അതുകൊണ്ട് ഈ ഗ്രാഫിന് ഒരേ ഒരു 0 മാത്രമേ ഉള്ളൂ. ഈ പോയിന്റ് തന്നിട്ടില്ല, അതുകൊണ്ട് നമുക്ക് 0 എന്താണെന്ന് പറയാൻ കഴിയില്ല. ഒരു 0 മാത്രമേ ഉള്ളൂ. ഇപ്പൊ സപ്പോസ് ഈ പോയിന്റ് -1 0 ആണെന്നിരിക്കട്ടെ, -1 0 ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ കിട്ടുക? x = -1 ആണ് ഇതിന്റെ 0. ഇത് ഒരൊറ്റ പോയിന്റിലാണ് ഇന്റർസെക്ട് ചെയ്യുന്നത്. സപ്പോസ് ദിസ് ഈസ് 2 0. ഈ പോയിന്റ് 2 0 ആണെങ്കിൽ x = 2 ആയിരിക്കും ഇതിന്റെ 0. അപ്പൊ ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? അപ്പൊ ഒന്നുമില്ല, നമ്മളൊരു ഗ്രാഫ് തന്നാൽ എത്ര 0 ഉണ്ട്, ആ 0 എന്ത് എന്നുള്ളത് കണ്ടുപിടിക്കാനാണ് നമ്മൾ പറഞ്ഞത്. ഒരു പോളിനോമിയലിന്റെ ഗ്രാഫ് തന്നാൽ ആ ഗ്രാഫ് എക്സ് ആക്സിസിനെ എത്ര പോയിന്റിൽ ടച്ച് ചെയ്യുന്നുണ്ടോ അത്രയും പോയിന്റുകളുടെ എണ്ണം സീറോസ് ആ ഗ്രാഫിനുണ്ടാവും. ആ ടച്ച് ചെയ്ത പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് ആയിരിക്കും അതിന്റെ 0 എന്ന് പറയുന്നത്. അപ്പം നമ്പർ ഓഫ് ടച്ചസ് ഈക്വൽ ടു നമ്പർ ഓഫ് സീറോസ്. നോ ടച്ച് നോ 0. ഒരു ടച്ച് ആണെങ്കിൽ 1 0, 2 ടച്ചസ് ആണെങ്കിൽ 2 zeros, നോ ടച്ച് ആണെങ്കിൽ നോ 0. ഇതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് അടുത്ത കൺസെപ്റ്റ് പഠിക്കാനുള്ളത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ. വളരെ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ആണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സീറോസ് and coefficients. Relationship between zeros and coefficients എന്ന് പറഞ്ഞാൽ ഒരു പോളിനോമിയലിന്റെ സീറോസും ആ പോളിനോമിയലിന്റെ കോഎഫിഷ്യന്റുകളും തമ്മിൽ ചില റിലേഷൻഷിപ്പ് ഉണ്ട്. ഇപ്പൊ ഞാനും നിങ്ങളും തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ. എന്താണ് ഞാനും നിങ്ങളും തമ്മിലുള്ള റിലേഷൻഷിപ്പ്? ഐ ആം യുവർ ടീച്ചർ ആൻഡ് യു ആർ മൈ സ്റ്റുഡൻസ്. ഇത് റിലേഷനാണ്. ഇതേപോലെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പോളിനോമിയലിന്റെ സീറോസും അതേ പോളിനോമിയലിന്റെ കോഎഫിഷ്യന്റും തമ്മിലുകൾ എങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നു, ഇതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്കറിയാം ax² + bx + c ഇതാണ് പോളിനോമിയലിന്റെ സ്റ്റാൻഡേർഡ് ഫോം. ഇതിലുള്ള കോഎഫിഷ്യൻസ് a, b, c ആണ്. ഇനി ഈ പോളിനോമിയലിന് 2 സീറോസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഒന്ന് ആൽഫയാണ്, വേറൊന്ന് ബീറ്റയാണ്.
നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, 2 zeros ഉള്ളതുണ്ട്, 1 zero ഉള്ളതുണ്ട്, no zero ഉള്ളതുണ്ട്. അപ്പൊ 2 zeros ഉള്ള ഒരു പോളിനോമിയലാണ് a² + bx + c എന്നും അത് രണ്ടും ആൽഫയും ബീറ്റയുമാണ്. ഈ ആൽഫ ബീറ്റ എന്നൊക്കെ പറയുന്നത് നമ്മൾ ABCD ആൽഫബറ്റ്, ഇംഗ്ലീഷ് ആൽഫബറ്റ് പോലെ നമുക്ക് ധാരാളം ആൽഫബറ്റ് ഉണ്ട്. ഗ്രീക്ക് ആൽഫബറ്റ് ഉണ്ട്, റോമൻ ആൽഫബറ്റ് ഉണ്ട്. അതിൽ ഗ്രീക്കിലെ ആൽഫബറ്റുകളിലുള്ള 2 ലെറ്റേഴ്സാണ് ആൽഫയും ബീറ്റയും. ആൽഫ, ബീറ്റ, ഗാമ, തീറ്റ, ഫൈ, സൈ, ഇങ്ങനെ ധാരാളം നമ്മൾ പഠിക്കും. ഭാവിയിൽ കുറെ കാര്യങ്ങൾ പഠിക്കാണ്ട്. ഇപ്പൊ നിങ്ങൾ ആൽഫയും ബീറ്റയാണെന്ന് വിചാരിക്കുക. അപ്പൊ റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ആൽഫയും ബീറ്റയും എയും ബിയും സിയും തമ്മിൽ എങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നു, ഇതാണ് റിലേഷൻ. There are 2 relations. നമ്മൾ 2 റിലേഷൻ നമ്മൾ പഠിക്കാനുള്ളത്. ഒന്നാമത്തെ റിലേഷൻ ആൽഫ + ബീറ്റ = -b/a. രണ്ടാമത്തെ റിലേഷൻ ആൽഫ ബീറ്റ = c/a. ഇത് രണ്ടും നിങ്ങൾ എഴുതിയിരിക്കണം. ഇതാണ് ആ റിലേഷൻ. സിംപ്ലി ദ റിലേഷൻ നമ്മൾ ഇതാണ്. ഈ റിലേഷൻ നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് 2 സീറോസുകളുടെ സമ്മ്, അതാണ് ആൽഫ + ബീറ്റ. സമ്മ് എന്താ? -b/a. എന്താ -b/a പറഞ്ഞാല്? മൈനസ് ഓഫ് ദ കോഎഫിഷ്യന്റ് ഓഫ് x ഡിവൈഡഡ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് x². അതേപോലെ ആൽഫ ബീറ്റ പ്രൊഡക്റ്റ് ഓഫ് സീറോസ് എന്താണ്? കോൺസ്റ്റന്റ് ടേം, അതാണ് c ഡിവൈഡഡ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് x². ഈ 2 റിലേഷനും എല്ലാ പോളിനോമിയലിലും, 2 സീറോസ് ഉള്ള എല്ലാ പോളിനോമിയലും ഇത് രണ്ടും, ഈ 2 റിലേഷനും ശരിയാവുന്നു. 2 റിലേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വി ക്യാൻ വെരിഫൈ. ഒരു എക്സാമ്പിൾ പറയാം, അപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങൾ ഒന്നും കൂടെ എളുപ്പമാവും. ശ്രദ്ധിക്കുക, ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ ഞാന് x² + 6x + 8 ഒരു പോളിനോമിയൽ എടുത്തു. ഈ പോളിനോമിയലിന്റെ 2 സീറോസ് നമുക്ക് കണ്ടുപിടിക്കാം, എളുപ്പമാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് സമ്മ് 6 ആണ്, പ്രൊഡക്റ്റ് 8 ആണ്. മിഡിൽ ടേമിന്റെ കോഎഫിഷ്യന്റ് ആണ് സമ്മ്, ഇതാണ് 8. അപ്പോൾ വാട്ട് ആർ ദ നമ്പേഴ്സ്? 4 ഉം 2 ആണ്. 4 ഉം 2 ആഡ് ചെയ്താൽ 6 ആണ്, 4 ഉം 2 മൾട്ടിപ്ലൈ ചെയ്താൽ 8 ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അതിനെ ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ x + 4 × x + 2. x + 4 × x + 2. ഇനി ഇതിന് 0 കണ്ടുപിടിക്കാൻ ചെയ്താൽ മതി. ഇവിടെ 0 ആവാൻ -4 + 4. അപ്പൊ എക്സിന്റെ വാല്യൂ -4 ആണ്, ഒരു 0. എക്സിന്റെ വാല്യൂ -2 ആണ്, മറ്റൊരു 0. -2 + 2 0. അപ്പൊ നമുക്ക് 2 സീറോസ് കിട്ടി. ഇനി ഞാൻ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പോകണം. ശ്രദ്ധിക്കുക, ഒന്നാമത്തെ റിലേഷൻഷിപ്പ് എന്താ പറഞ്ഞ നമ്മള്? ആൽഫ + ബീറ്റ = -b/a. ഇത് ശരിയാവുന്നുണ്ടോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്തത്. ഇവിടെ എ എന്താണ്? വാട്ട് ഈസ് എ? a = 1, b = 6, c = 8. These are the 3 values. ആൽഫ + ബീറ്റ രണ്ടിന്റെ സമ്മാണ്. വാട്ട് ഈസ് ആൽഫ + ബീറ്റ? നമുക്ക് കിട്ടി -4 + -2. നമുക്ക് എന്ത് കിട്ടി? -6 കിട്ടി. ഇനി -b/a എന്താണ്? -b/a എന്ന് പറഞ്ഞാൽ മൈനസ് ഓഫ് വാട്ട് ഈസ് b? 6/a 1 ആണ്. സോ ഇറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു -6. ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഒന്നാമത്തെ റിസൾട്ട് നമുക്ക് ഈക്വൽ ആണ്, വെരിഫൈ ചെയ്തു അല്ലെ? ആൽഫ + ബീറ്റ നമുക്ക് കിട്ടിയ -6 ആണ്. -b/a കണ്ടപ്പോഴും നമുക്ക് -6 കിട്ടിയത്. സോ ദിസ് റിസൾട്ട് ഈസ് വെരിഫൈഡ്. ഇതാണ് ഒന്നാമത്തെ റിസൾട്ട്. രണ്ടാമത്തെ റിസൾട്ട് എന്താണ്? വാട്ട് ആർ ദ സെക്കൻഡ് റിസൾട്ട്? ആൽഫ ബീറ്റ = c/a. അപ്പൊ നമ്മള് ആൽഫ ബീറ്റ എന്താ? വാട്ട് ഈസ് ആൽഫ ബീറ്റ? ആൽഫ ബീറ്റ = -4 × -2 which is equal to 8. c/a. c/a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഈസ് c? 8/a 1 which is also equal to 8. ഈ 2 റിസൾട്ടും നമുക്ക് എന്താണ്? ഈക്വൽ. ആൽഫ ബീറ്റയും 8 ആണ്, c/a 8 ആണ്. സോ ആൽഫ ബീറ്റ = c/a. അപ്പൊ രണ്ടാമത്തെ റിസൾട്ടും വെരിഫൈ ചെയ്തു. ഇതാണ് നമ്മൾ മനസ്സിലാക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു റിസൾട്ട്. അതായത് 2 റിസൾട്ടുകൾ ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിന്റെ കോഎഫിഷ്യന്റുകളുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് 2 റിസൾട്ട് പഠിക്കാനുണ്ട്. നിങ്ങൾ ബൈഹാർട്ട് ചെയ്യണം. ഒന്നാമത്തെ റിസൾട്ട് ആൽഫ + ബീറ്റ = -b/a ആണ്. രണ്ടാമത്തെ റിസൾട്ട് ആൽഫ ബീറ്റ = c/a ആണ്. ഇതുമായി ബന്ധപ്പെട്ടിട്ട്
പരീക്ഷയ്ക്ക് പ്രോബ്ലം ഉണ്ടാവും, ശ്രദ്ധിക്കുക. നമുക്ക് 1-2 പ്രോബ്ലംസ് നമുക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഞാൻ അസൈൻമെന്റ് തരാം. സപ്പോസ് സെക്കൻഡ് പ്രോബ്ലം നോക്കൂ. നമുക്ക് 6x² നമ്മൾ നേരത്തെ ചെയ്ത 6x² മൈനസ് 7x മൈനസ് 3 ഇതാണ്. ഇതിന്റെ സീറോസ് കണ്ടുപിടിക്കണം. എന്നിട്ട് ഈ റിലേഷൻഷിപ്പ് വെരിഫൈ ചെയ്യണം. അതാണ് പരീക്ഷ ചോദ്യം വരെ ഇങ്ങനെയാണ്. ഫൈൻഡ് ദ സീറോസ് ഓഫ് ദ പോളിനോമിയൽ 6x² മൈനസ് 7x മൈനസ് 3 ആൻഡ് വെരിഫൈ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സീറോസ് ആൻഡ് കോഎഫിഷ്യൻസ്. ഇതാണ് ചോദ്യം. അപ്പൊ നമ്മൾ ആദ്യം ഇതിന്റെ സീറോസ് കണ്ടുപിടിക്കുക. ഞാൻ നേരത്തെ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ് എന്താണ് ഇതിന്റെ സീറോസ് എങ്ങനെ കണ്ടുപിടിക്കുക. നമ്മൾ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം മെത്തേഡ് പറഞ്ഞു. സമ്മ് -7 ആണ്, പ്രൊഡക്റ്റ് -18 ആണ്. അപ്പൊ നമ്മൾ -9 ഉം 2 ഉം പറ്റുമെന്ന് പറഞ്ഞു. കാരണം ഇതിന്റെ രണ്ടിന്റെയും സം ഇതാണ്, പ്രൊഡക്റ്റ് ഇതാണല്ലോ. അപ്പൊ 6x² മൈനസ് 9x പ്ലസ് 2x മൈനസ് 3. അപ്പോൾ ഇത് നമുക്ക് 3x ഇൻറ്റു 2x മൈനസ് 3 അല്ലേ, പ്ലസ് 1 ഇൻറ്റു 2x മൈനസ് 3. ഇത് രണ്ടിൻ്റെയും കോമൺ ആയിട്ട് 2x മൈനസ് 3 വെളിയിലെടുത്തു കഴിഞ്ഞാൽ 2x മൈനസ് 3 ഇൻറ്റു 3x പ്ലസ് 1. 2 ഫാക്ടേഴ്സ് കിട്ടി. ഇനി ഈ ഫാക്ടേഴ്സിൽ നിന്ന് നമുക്ക് 0 കണ്ടുപിടിക്കാം. 2x മൈനസ് 3 ഈക്വൽ ടു 0, 2x ഈക്വൽ ടു 3, x ഈക്വൽ ടു 3/2. പിന്നെ 3x പ്ലസ് 1 ഈക്വൽ ടു 0, 3x ഈക്വൽ ടു -1, x ഈക്വൽ ടു -1/3. ഇങ്ങനെ 2 സീറോസ് ആണ് നമുക്ക് ഉള്ളത്. ദ 2 സീറോസ്. ഇനി നമ്മൾ മനസ്സിലാക്കുക ഈ 2 സീറോസ് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ നമ്മൾ ഇനി റിസൾട്ടുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് റെഡിയാക്കാം. നമ്മൾ ഒന്നാമത്തെ വെരിഫൈ ചെയ്യാനുള്ള റിസൾട്ട് എന്താ, ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു -b/a. ഇതാണ് നമുക്ക് വെരിഫൈ ചെയ്യാനുള്ള ഒന്നാമത്തെ റിസൾട്ട്. ആൽഫ പ്ലസ് ബീറ്റ നമുക്ക് കിട്ടിയ റിസൾട്ട് ആൽഫ ഈക്വൽ ടു ഒരു ഒന്നാമത്തെ 0 3/2, ബീറ്റ ഈക്വൽ ടു -1/3. എല്ലാവരും ശരിക്കും ശ്രദ്ധിക്കുക. ആൽഫ ഈക്വൽ ടു 3/2, ബീറ്റ ഈക്വൽ ടു -1/3. ഇതാണ് 2 സീറോസ്. ഇതിന്റെ സമ്മ ഞാൻ ആദ്യം കണ്ടുപിടിക്കുന്നത്. ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു, അപ്പൊ നമുക്ക് എന്ത് കിട്ടി, 3/2 പ്ലസ് -1/3. അപ്പൊ നമുക്ക് 9, 2 × -1 -2 /2 × 3 6. അപ്പൊ നമുക്ക് 7/6. ഇതാണ് ആൽഫ പ്ലസ് ബീറ്റ. ഇനി അടുത്തത് ഇതിന്റെ റിസൾട്ട് നമ്മൾ വെരിഫൈ ചെയ്യാനുള്ളത് -b/a ആണ്. ഇങ്ങനെ -b/a ആണ്. ഇവിടുത്തെ a എത്രയാണ്, a ഈക്വൽ ടു 6 ആണ്, b ഈക്വൽ ടു -7 ആണ്, c ഈക്വൽ ടു -3 ആണ്. അപ്പോൾ -b/a എന്ന് പറയുമ്പോൾ എത്ര കിട്ടുക നോക്കൂ, -b -7/a. ഇങ്ങനെ ശ്രദ്ധിക്കുക. മൈനസ് അതാണിത്, ബി എന്ന് പറഞ്ഞാൽ എത്രയാണ്, -7 ആണ്, -b/a. അപ്പം മൈനസ് പ്ലസ് ആയി. ആക്ച്വലി ഇതിന്റെ വാല്യൂ എത്രയായി, 7/6 ആയത്. രണ്ടും ഈക്വൽ ആയിട്ട് അല്ലേ, വെരിഫൈ. ഇനി രണ്ടാമത്തെ വെരിഫൈ ഉള്ള എന്താണ്, നമുക്ക് ആൽഫ ബീറ്റ ഈക്വൽ ടു c/a ആണ് നമുക്ക് വെരിഫൈ ചെയ്യാനുള്ളത്. വാട്ട് ഈസ് ആൽഫ ബീറ്റ? ആൽഫ ബീറ്റ ഈക്വൽ ടു 3/2 ഇൻറ്റു -1/3. ഇതല്ലേ നമുക്ക് നോക്കൂ. ഇതാണ് ആൽഫ, ഇതാണ് ബീറ്റ. അപ്പോൾ ആൽഫ ബീറ്റ എന്നാൽ നമ്മൾ ഈ 3 കട്ട് ചെയ്തു, ആൻസർ -1/2. നമ്മൾ c/a കാണാൻ പോവാണ്. c/a എന്താണ്, വാട്ട് ഈസ് c? -3/a 6 ആണ്. അപ്പോൾ നമുക്ക് ഫൈനൽ എന്താ ആൻസർ, -1/2. രണ്ടിൽ ഞങ്ങൾ വെരിഫൈ. ഇതാണ് 2 വെരിഫിക്കേഷൻ. നന്നായി ശ്രദ്ധിക്കണം. പിന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പ്രോബ്ലം നമ്മൾ സാധാരണ നമ്മൾ ബോർഡ് എക്സാമിനൊക്കെ ചോദിക്കാറുണ്ട്. എങ്ങനെ ചോദിക്കുക, ഞാൻ നേരത്തെ പറഞ്ഞു. ഫൈൻഡ് ദ സീറോസ് ഓഫ് ദ പോളിനോമിയൽ ആൻഡ് വെരിഫൈ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സീറോസ് ആൻഡ് കോഎഫിഷ്യൻസ് കേട്ടോ. അപ്പോൾ ഞാൻ ഇനി നിങ്ങൾക്ക് ടെക്സ്റ്റിലെ കുറച്ച് പ്രോബ്ലംസ് തരാം. ഞാൻ ഈ ചെയ്ത രീതിയിൽ ഇപ്പോൾ 2 മോഡൽ ഞാൻ ചെയ്തല്ലോ, ഇതേ രൂപത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പോളിനോമിയലിൻ്റെ കുറച്ച് പോളിനോമിയൽ
സീറോസ് കാണുക. സീറോസ് കണ്ടിട്ട് എന്ത് ചെയ്യുക? ഈ റിലേഷൻ വെരിഫൈ ചെയ്യുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പോളിനോമിയൽ എഴുതുന്നുള്ളൂ, ക്വസ്റ്റ്യൻ നീട്ടി എഴുതുന്നില്ല. ഒന്നാമത്തത് 4x² - 7. ഇത് 0 കാണുക, കോഎഫിഷ്യൻസ് എന്ത് ചെയ്യുക. അടുത്തത് സെക്കൻഡ് ക്വസ്റ്റ്യൻ x² - x - 6. Third question 4x² - 4x - 3. Fourth one √3x² - 8x + 4√3. ഞാൻ എന്തൊക്കെ പറഞ്ഞു മനസ്സിലായല്ലോ? ഈ 4 പോളിനോമിയലുകളുടെയും ഫസ്റ്റ് നിങ്ങൾ 2 സീറോസ് കണ്ടുപിടിക്കുക. എന്നിട്ട് 2 റിലേഷൻ നമ്മൾ പറഞ്ഞു. ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു -b/a ശരിയാണോ നോക്കുക. ആൽഫ ബീറ്റ ഈക്വൽ ശരിയാണോ നോക്കുക. ഈ ഇതും ഫാക്ടറൈസേഷൻ വഴി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഇതിൻ്റെ സീറോസ് കാണാം, അല്ലെങ്കിൽ ഫോർമുല ഉപയോഗിച്ച് സീറോസ് കാണാം കേട്ടോ. അത് കണ്ടിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ ഇതിൻ്റെ ആൻസർ കണ്ടെത്തുക. ഓക്കെ, യെസ്. ഇനി നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇനി പഠിക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കുക. ഈ 2 റിലേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചില പ്രോബ്ലങ്ങൾ കണ്ടുപിടിക്കാനുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ പറഞ്ഞു ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു -b/a. ഇത് മറക്കരുത് നിങ്ങൾ. ആൽഫ ബീറ്റ ഈക്വൽ ടു c/a. ഇത് രണ്ടും നിങ്ങൾ മറന്നു പോകരുത്. ഈ 2 റിലേഷൻ, ദീസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി ഞാൻ പറയാൻ പോകുന്നത്, ഇപ്പൊ നമുക്ക് ഒരു ചോദ്യം തന്നു കേട്ടോ. എങ്ങനെയാണ് ചോദ്യം വരിക എന്നുള്ള പറയാൻ പോകണം. ശ്രദ്ധിക്കുക. ഒരു ചോദ്യം തന്നു, x² - 4x + 6. ഒരു പോളിനോമിയൽ, സിമ്പിൾ ഒരു പോളിനോമിയലാണ്. ഈ പോളിനോമിയൽ തന്നിട്ട് പറയാണ് ഫൈൻഡ് 1/α + 1/β. അപ്പൊ നോർമലി 1/α + 1/β നമ്മൾ കാണാൻ പറയുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കുക? ആൽഫ ഒരു 0 ആണ്, ബീറ്റ വേറെ 0 ആണ്. എന്നിട്ട് അത് കണ്ടുപിടിച്ചിട്ട് അതിന്റെ റെസിപ്രോക്കൽ കണ്ട് ആഡ് ചെയ്യണം എന്നൊക്കെയാണ് നമ്മൾ വിചാരിക്കുക. പക്ഷെ അതിന്റെ ആവശ്യമില്ല. ഈ റിലേഷൻ വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ ഇതിന് ആൻസർ കണ്ടുപിടിക്കാം. അതാ ഞാൻ പറയാൻ പോകുന്നത്. ആൽഫ ഒരു 0 ആണ്, ബീറ്റ ഒരു 0 ആണെങ്കിൽ നമുക്ക് ഇതിന് ആദ്യം 0 കണ്ടുപിടിക്കാം. എന്നിട്ട് അതിന്റെ ഫ്രാക്ഷൻ 1/, എടുത്തിട്ട് ആഡ് ചെയ്യുന്നു വേണ്ട. നമുക്ക് നോർമൽ എന്ത് ചെയ്യാം? ഈ 2 റിസൾട്ട് വെച്ച് ചെയ്യാം. ഇതിൽ എന്താണ് ആൽഫ പ്ലസ് ബീറ്റ? ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? -b/a എന്ന് പറഞ്ഞാൽ 4 അല്ലേ കിട്ടുക? യെസ്, ഡൗട്ടൊന്നുമില്ലല്ലോ. ആൽഫ ബീറ്റ എന്താ കിട്ടുക? നമുക്ക് 6 ആണ് കിട്ടുക. ഇനി ഞാൻ എന്താണ് നമ്മോട് ചോദിച്ചത്? 1/α + 1/β ആണ്. അപ്പൊ നമ്മൾ നോക്കുക എന്താ 1/α + β ക്രോസ് മൾട്ടിപ്ലൈ എന്താ കിട്ടുക? ബീറ്റ പ്ലസ് ആൽഫ × 1 ആൽഫ ബൈ താഴെ ആൽഫ ബീറ്റ. അങ്ങനെ. അപ്പോൾ ഇതെന്താ സംഭവം? ആൽഫ പ്ലസ് ബീറ്റ ആണ്. അതിൻ്റെ ആൻസർ എത്രയാണ്? 4 ആണ്. താഴെയോ പ്രൊഡക്റ്റ് ആണ്. അതിൻ്റെ ആൻസർ 6 ആണ്. സോ ആൻസർ ഈസ് 2/3. ഇതിൻ്റെ വാല്യൂ നമുക്ക് 2/3. വളരെ എളുപ്പത്തിൽ നമുക്ക് ആൻസർ കണ്ടുപിടിച്ചു. ക്ലിയർ ആയല്ലോ? യെസ്. ഇതേപോലെ ധാരാളം ചോദ്യങ്ങൾ പരീക്ഷ ചോദിക്കാറുണ്ട്. എങ്ങനെയൊക്കെ മോഡൽ നമുക്ക് നോക്കാം. ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പൊ നമ്മൾ നേരത്തെ ഒരു x² - 3x + 2 ഒരു പോളിനോമിയൽ, വെറുതെ ഒരു പോളിനോമിയൽ എഴുതിയാണ്. എന്നിട്ട് നമ്മൾ പറയാണ് ഫൈൻഡ് α/β + β/α. ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഇതിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഇപ്പൊ നമുക്ക് 2 റിലേഷൻ നമുക്ക് ആൾറെഡി അറിയാം. എന്താ 2 റിലേഷൻ? ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു 3. കാരണം -b/a വരുമ്പോൾ അങ്ങനെ വരിക. ആൽഫ ബീറ്റ ഈക്വൽ ടു 2 അങ്ങനെ വരും. ഇനി ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ആൽഫ × ആൽഫ α² പ്ലസ് ബീറ്റ × ബീറ്റ β² ബൈ ബീറ്റ × ആൽഫ എന്ന് പറഞ്ഞാൽ ആൽഫ ബീറ്റ തന്നെ. ബീറ്റ ആൽഫ എന്ന് പറയുന്നത് തന്നെയാണ് ആൽഫ ബീറ്റ എന്ന് പറയുന്നത്. ഇനി α² + β²,
അതിന്നില്ല, ഇതിലില്ലല്ലോ, ഇല്ല. അപ്പൊ അതെന്താ കണ്ടുപിടിക്കാന്നുള്ളത്? ഇതിന്റെ വാല്യൂ ഒന്ന് ചേഞ്ച് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. എങ്ങനെ ചേഞ്ച് ചെയ്ത് നോക്കാം, ശ്രദ്ധിക്കുക. നമുക്കറിയാം ആൽഫ പ്ലസ് ബീറ്റ, ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ. ആൽഫ പ്ലസ് ബീറ്റ ഹോൾ സ്ക്വയർ എന്താ? എ പ്ലസ് ബി ഹോൾ സ്ക്വയർ അല്ലേ? യെസ്. എക്സ്പാൻഡ് ചെയ്തോളൂ. എന്താ കിട്ടും നമുക്ക്? ആൽഫ സ്ക്വയർ പ്ലസ് 2 ആൽഫ ബീറ്റ പ്ലസ് ബീറ്റ സ്ക്വയർ. എല്ലാവർക്കും അറിയാം എ പ്ലസ് ബി ഹോൾ സ്ക്വയറിന്റെ എക്സ്പാൻഷൻ. ഇനി 2 ആൽഫ ബീറ്റ ഇവിടുന്ന് നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ എന്താ സംഭവിക്കുക? ആൽഫ പ്ലസ് ബീറ്റ ഹോൾ സ്ക്വയർ മൈനസ് 2 ആൽഫ ബീറ്റ ഈക്വൽ ടു ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ. ആൽഫ പ്ലസ് ബീറ്റ ഹോൾ സ്ക്വയർ മൈനസ് 2 ആൽഫ ബീറ്റ ഈക്വൽ ടു ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ. ഇപ്പം നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ വാല്യൂവിന് പകരം ഇത് കൊടുത്താൽ മതി. അപ്പൊ എന്താ കൊടുക്കുക നമ്മള്? ആൽഫ പ്ലസ് ബീറ്റ ഹോൾ സ്ക്വയർ മൈനസ് 2 ആൽഫ ബീറ്റ ഡിവൈഡ് ബൈ ആൽഫ. അപ്പൊ എന്ത് ചെയ്തെങ്കിൽ മനസ്സിലായല്ലോ? യെസ്. ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ പകരം ആൽഫ പ്ലസ് ബീറ്റ ഹോൾ സ്ക്വയർ മൈനസ് 2 ആൽഫ ബീറ്റ. എന്ത് ചെയ്തി? ഇതിന് പകരം ദാ ഈ ഉണ്ടാക്കിയത് കൊടുത്തു. ഇതിന്റെ വാല്യൂ നമുക്കറിയാം. വാട്ട് ഈസ് ആൽഫ പ്ലസ് ബീറ്റ ഹോൾ സ്ക്വയർ? 3 സ്ക്വയർ മൈനസ് 2 ഇൻറ്റു ആൽഫ ബീറ്റ 2 ഡിവൈഡ് ബൈ 2. അപ്പോൾ 9 മൈനസ് 4 ഡിവൈഡ് ബൈ 2 ഈക്വൽ ടു 5/2. ആൻസർ കിട്ടിയല്ലോ? യെസ്. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി ഞാൻ നിങ്ങൾക്ക് ഇതേപോലെയുള്ള ചില ചോദ്യങ്ങൾ പറയാൻ പോകണം, ശ്രദ്ധിക്കുക. ഇപ്പൊ നമ്മൾ രണ്ടാമത്തെ ചോദ്യമാണ്. രണ്ടാമത്തെ ഒരു പോളിനോമിയൽ തന്നിട്ട് ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ. എല്ലാവർക്കും മനസ്സിലായല്ലോ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ എങ്ങനെ ചേഞ്ച് ചെയ്ത് മനസ്സിലായല്ലോ? എ പ്ലസ് ബി ഹോൾ സ്ക്വയറിലെ എക്സ്പാൻഷൻ ആണത്. ആൽഫ പ്ലസ് ബീറ്റ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആൽഫ സ്ക്വയർ പ്ലസ് 2 ആൽഫ ബീറ്റ പ്ലസ് ബീറ്റ സ്ക്വയർ കിട്ടി. ഈ 2 ആൽഫ ബീറ്റ ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ ഇങ്ങനെ കിട്ടി. ഇതിന്റെ വാല്യൂ നേരെ ഇവിടെ കൊടുത്തു. അപ്പോൾ ഈ ആൽഫ പ്ലസ് ബീറ്റ നമുക്ക് 3 ആണ് കിട്ടിയത്. 3 സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 2 ബൈ. ഓക്കെ, ഫൈൻ. ഇനി ചില ചോദ്യങ്ങൾ തരാം. എങ്ങനെ അറിയോ? ഇപ്പൊ നമ്മളോട് പറയാണ് ക്വസ്റ്റ്യൻ നമ്പർ 3 പോളിനോമിയൽ ഏതോ ആവട്ടെ, എങ്ങനെയാണ് പോളിനോമിയൽ അടക്കട്ടെ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 3 തേർഡ് ക്വസ്റ്റ്യൻ ഇങ്ങനെ ഒന്ന് തിരിച്ചോളൂ. ആൽഫ സ്ക്വയർ മൈനസ് ബീറ്റ സ്ക്വയർ ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. സപ്പോസ് ഇപ്പൊ പോളിനോമിയൽ എടുക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ പോളിനോമിയൽ എന്താണ്? പിന്നെ ഒരു പോളിനോമിയൽ എക്സ് സ്ക്വയർ മൈനസ് 3x പ്ലസ് 2. ഞാൻ വെറുതെ ഒരു പോളിനോമിയൽ ചെയ്ത കേട്ടോ. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള പോളിനോമിയൽ. എന്നിട്ട് പറയുകയാണെങ്കിൽ ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പൊ ഇത് നമുക്ക് അറിയുന്ന റിസൾട്ട് ഇപ്പൊ എന്താണ്? 2 റിസൾട്ടാണ് അറിയാം. ആൽഫ പ്ലസ് ബീറ്റ എത്രയാണ്? 3 ആണ്. ആൽഫ ബീറ്റ എത്രയാണ്? 2 ആണ്. ഈ 2 റിസൾട്ട് നമുക്കറിയാം. കോഎഫിഷ്യന്റ് ഇക്വേറ്റ് ചെയ്തു. ഇതിന്റെ വാല്യൂ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്താം? ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു ആൽഫ മൈനസ് ബീറ്റ. എല്ലാവർക്കും ക്ലിയർ ആയല്ലോ? യെസ്. എന്താ കാരണം? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. ഇനി എ പ്ലസ് ബിന്റെ സ്ഥാനത്ത് ഞാൻ 3 എന്ന് കൊടുത്താൽ ഇത് കിട്ടും. ഇവിടെ നമുക്ക് കിട്ടും 3 ഇൻറ്റു ആൽഫ മൈനസ് ബീറ്റ. ഓക്കെ, ഫൈൻ. ഇനി ആൽഫ മൈനസ് ബീറ്റ ആണ് നമുക്ക് കിട്ടേണ്ടത്. അതിന്റെ വാല്യൂ കൂടി ഇവിടെ കൊടുത്താൽ ആൻസർ ആയി. അപ്പൊ ആൽഫ മൈനസ് ബീറ്റ എങ്ങനെ കിട്ടുക? അതിന് നമ്മൾ വേറൊരു ഐഡന്റിറ്റി ട്രിക്ക് നമ്മൾ അപ്ലൈ ചെയ്യണം. ഏതാ വേറെ ട്രിക്ക് നിങ്ങൾക്ക് അറിയോ? ഞാൻ പറഞ്ഞുതരാം. ആൽഫ മൈനസ് ബീറ്റ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്ക്? എന്താ ശരിക്കും ആൽഫ മൈനസ് ബീറ്റ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ? ആൽഫ സ്ക്വയർ മൈനസ് 2 ആൽഫ ബീറ്റ പ്ലസ് ബീറ്റ സ്ക്വയർ ആണ്. ഇതാണ് ആൽഫ മൈനസ് ബീറ്റ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് അല്ലേ? യെസ്. എന്നാൽ ഇതിന് ഞാനൊരു റിസൾട്ട് ഇങ്ങനെ ഒന്ന് മാറ്റി ഈ റിസൾട്ടിനെ ഞാൻ വേറെ രൂപത്തിലേക്ക് എഴുതി. ആൽഫ പ്ലസ് ബീറ്റ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? ആൽഫ പ്ലസ് ബീറ്റ ഹോൾ സ്ക്വയർ മൈനസ് 4 ആൽഫ ബീറ്റ എന്ന് എഴുതി. എന്താ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നോക്ക്. അതായത് ആൽഫ പ്ലസ് ബീറ്റ ഹോൾ സ്ക്വയർ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആൽഫ സ്ക്വയർ പ്ലസ്
2 ആൽഫ ബീറ്റ പ്ലസ് ബീറ്റ സ്ക്വയർ എന്ന് കിട്ടും. അതിന് 4 ആൽഫ ബീറ്റയും കൂടി മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി തന്നെ കിട്ടും. സോ ആൽഫ മൈനസ് ബീറ്റ എന്ന് പറഞ്ഞാൽ എന്താ കിട്ടുക? സ്ക്വയർ റൂട്ട് ഓഫ് ആൽഫ പ്ലസ് ബീറ്റ ഹോൾ സ്ക്വയർ മൈനസ് 4 ആൽഫ ബീറ്റ എന്ന് കിട്ടും. ഈ വാല്യൂ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ 3 ഇൻറ്റു റൂട്ട് ഓഫ് ആൽഫ പ്ലസ് ബീറ്റ ഹോൾ സ്ക്വയർ മൈനസ് 4 ആൽഫ ബീറ്റ. അപ്പോൾ നമ്മൾ വാല്യൂ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 3 ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് ആൽഫ പ്ലസ് ബീറ്റ നമുക്കറിയാം 3 ആണ്. അപ്പം 3 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു ആൽഫ ബീറ്റ 2 ആണ്. അപ്പം നമുക്ക് എന്ത് കിട്ടി? 3 ഇൻറ്റു റൂട്ട് ഓഫ് 9 മൈനസ് 8 ഈക്വൽ ടു 3 ആൻസർ കിട്ടി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കുക.